ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പ്രൈസ് ദി ലോർഡ്. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, 1890 ഒക്ടോബർ 16 ഇറ്റലിയിലെ കൊറിനാൾഡോ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു കർഷക കുടുംബത്തിൽ മനോഹരിയായൊരു പെൺകുട്ടി ജനിച്ചു. വാത്സല്യത്തോടെ മാതാപിതാക്കൾ അവളെ മരിയ എന്ന് പേരിട്ടു. അമ്മ അസൂന്ത നൽകിയ കൊച്ചു കൊച്ചു പാഠങ്ങളല്ലാതെ അവൾക്ക് പ്രാഥമികമായ വിദ്യാഭ്യാസം പോലും ഉണ്ടായിരുന്നില്ല. അമ്മ അവളോട് പറഞ്ഞിരുന്നു, മകളെ, മരിച്ചാലും പാപം ചെയ്യരുത്. ഇതായിരുന്നു അമ്മയുടെ ഏറ്റവും ആഴമുള്ള ഒരു പഠിപ്പിക്കൽ. മരിച്ചാലും നീ പാപം ചെയ്യരുത്. ഈശോയുമായിട്ടുള്ള അവളുടെ ബന്ധം വളരെ വളരെ ആഴമുള്ളതായിരുന്നു. അമ്മ പറഞ്ഞ കൊച്ചു വാചകം അവളുടെ ഹൃദയത്തിൽ അവൾ കോറിയിട്ടു, അടിവരയിട്ട് സ്വീകരിച്ചു. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും അവൾ കൊച്ചു കൊച്ച് സുഹൃത ജപങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തിനേറെ ഓരോ ശ്വാസനിശ്വാസത്തിൽ പോലും അവൾ ഈശോയെ സ്നേഹിച്ചിരുന്നു. ഹൃദയം കൊണ്ട് അവൾ യേശുവിനെ തൻ്റെ മണവാളനായി സ്വീകരിച്ചു. ആ കൊച്ചു പെൺകുട്ടി തൻ്റെ വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ ഈശോയുടെ പ്രകാരം പറഞ്ഞു, ഈശോയെ, ഞാൻ മരിച്ചാലും നിന്നെ വേദനിപ്പിക്കുകയില്ല. അപ്രകാരം വളരെ താമസിയാതെ മരിയയുടെ പിതാവ് മരണപ്പെട്ടു. കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും അസൂന്താമ്മ എന്ന ആ പാവപ്പെട്ട വിധവയായ അമ്മയുടെ ചുമലിലായി. കിടക്കാൻ സ്വന്തമായിട്ടുള്ള ഭവനം പോലും അവർക്ക് വിൽക്കേണ്ടി വന്നു. ആ ഭവനം വിറ്റ് അവർ മറ്റൊരു ദേശത്തേക്ക് നീങ്ങിപ്പോവുകയാണ്. ഇറ്റലിയിൽ തന്നെ മറ്റൊരു ഗ്രാമത്തിലേക്ക് നീങ്ങി അവിടെ ജിയോവാനി എന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഷെയറിങ്ങിൽ താമസിക്കുക. അപ്പോൾ വീട്ടിലെ പണികളെല്ലാം മരിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. വെറും 11 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ ഭവനത്തിലെ എല്ലാ ജോലികളും അവളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ പാടത്ത് കൃഷിയിടത്തിൽ പണി ചെയ്ത് അതുകൊണ്ട് കുടുംബം പോറ്റിയിരുന്നു. ഒരു മാടപ്രാവിനെ പോലെ വളരെ നിഷ്കളങ്കയായും എന്നാൽ വളരെ ഉല്ലാസവതിയായും ചുറുചുറുപ്പോടെ അവൾ തൻ്റെ ജോലികളെല്ലാം ചെയ്തിരുന്നു. ആ ജിയോവാനി സെറിനെല്ലി എന്ന ആ വ്യക്തിയുടെ കുടുംബത്തിൽ അയാൾക്ക് ഒരു ഏക മകനുണ്ടായിരുന്നു. അവൻ്റെ പേര് അലക്സാണ്ടർ എന്നായിരുന്നു. അലക്സാണ്ടർ യുവത്വത്തിലേക്ക് കടന്നിരുന്നു. ഏകദേശം 19 വയസ്സ് അലക്സാണ്ടറിനുണ്ടായിരുന്നു. 20 വയസ്സിന് താഴെയായിരുന്നു അവൻ. ആ പ്രായത്തിൻ്റേതായ കൗമാരത്തിൻ്റേതായ എല്ലാ തിന്മയുടെ പ്രവൃത്തികളിലും അവൻ മുഴുകി ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. മരിയയാകട്ടെ വളരെയേറെ പ്രാർത്ഥനാപൂർവ്വം ജീവിച്ചൊരു പെൺകുട്ടി. അവളെ വിശുദ്ധിയിൽ അടിയുറച്ച് വിശ്വസിച്ചൊരു കുട്ടി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അമ്മ ജോലിക്ക് വേണ്ടി പാടത്തേക്ക് പോവുകയാണ്. അമ്മ ജോലി ചെയ്യുന്ന സമയത്ത് പോകുന്ന നേരത്ത് മകളോട് പറഞ്ഞു, കൊച്ചു തെരേസ എന്ന അനിയത്തിയെ കിടത്തി ഉറക്കണം, വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തു തീർക്കണം. അവൾ സന്തോഷത്തോടെ എല്ലാം ഏറ്റെടുത്തു. തെരേസയെ ഉറക്കി കിടത്തിയിട്ട് മരിയ തൻ്റെ ഭവനത്തിലെ ജോലികളിൽ വ്യാപൃതിയായി. പെട്ടെന്ന് അലക്സാണ്ടർ മുറിയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവൻ്റെ ഷർട്ടിലെ ഒരു ബട്ടൺ വിട്ടുപോയി, ഇതൊന്ന് തയ്ച്ചു തരൂ മരിയ എന്നാവശ്യപ്പെട്ടു. വളരെ സന്തോഷത്തോടു കൂടി അവൾ ആ ഷർട്ട് വാങ്ങി അതിലെ ബട്ടൺസ് പിടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അലക്സാണ്ടറിൽ കുടികൊണ്ടിരുന്ന പൈശാചിക ശക്തി സടകുടഞ്ഞെഴുന്നേറ്റു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, പാപം ചെയ്യുവാനായിട്ട്, ജഡികാസക്തിയുടെ പാപം ചെയ്യുവാനായിട്ട് അവനോട് സഹകരിക്കണമെന്ന്. പെട്ടെന്ന് മരിയ ഇപ്രകാരം പറഞ്ഞു, അലക്സാണ്ടർ, അത് പാപമാണ്, അതൊരിക്കലും ഞാൻ സമ്മതിക്കുകയില്ല. ഈശോയെ ഞാൻ വേദനിപ്പിക്കുകയില്ല. മദ്യത്തിൻ്റെ ലഹരിയിൽ അലക്സാണ്ടർ വീണ്ടും അവളോട് പറഞ്ഞു, നീ എന്നോട് ഇതിനു വേണ്ടി സഹകരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ കുത്തിക്കൊല്ലും. അവൾ പറഞ്ഞു, മരിച്ചാലും ഞാൻ ഈ പാപം ചെയ്യുകയില്ല.
എൻ്റെ ഈശോയെ ഞാൻ വേദനിപ്പിക്കുകയില്ല. പക്ഷേ അലക്സാണ്ടർക്ക് അവൻ്റെ കോപത്തിൽ അവനത് കേൾക്കാനുള്ള ചെവി ഉണ്ടായിരുന്നില്ല. അവൻ ആ കടാര കൊണ്ട് 14 പ്രാവശ്യം ആ പിഞ്ചു കുരുന്നിൻ്റെ ശരീരത്തിൽ കുത്തിയിറക്കി. ഓരോ നിമിഷവും കുത്തുമ്പോഴും അവൾ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, അലക്സാണ്ടർ, നീ ചെയ്യുന്നത് പാപമാണ്, നീ ഇത് ചെയ്യരുത്, മരിച്ചാലും ഞാൻ പാപം ചെയ്യുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ രക്തത്തിൽ കിടന്ന് പിടഞ്ഞു കിടക്കുമ്പോൾ കൊച്ചനുജത്തി തെരേസ ഉറക്കത്തിൽ നിന്നിട്ട് ഉറക്കെ കരയാൻ തുടങ്ങി. ഈ തെരേസ ഉറക്കെ കരയുന്നത് കേട്ടുകൊണ്ട് പാടത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന അമ്മ അസൂന്താമ്മ ഓടി വീട്ടിലേക്കെത്തി. എന്തുകൊണ്ടാണ് കുഞ്ഞ് ഇത്രമാത്രം കരയുന്നതെന്നുള്ള ആ ഒരു വലിയ ആശങ്കയിലാണ് കടന്നു വന്നപ്പോൾ അമ്മയ്ക്ക് കാണാനിടയായത് തൻ്റെ പൊന്നോമന മകള് രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. അലക്സാണ്ടർ അവിടെ നിന്നും ഓടിപ്പോയിരുന്നു. അപ്പോഴേക്കും ഉടനെ ആ കൊച്ചു മകളെ ആശുപത്രിയിലേക്ക് ഓടിക്കൊണ്ട് എത്തിച്ചു. പക്ഷേ ആ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ അവളുടെ കുമ്പസാരക്കാരൻ്റെ അടുത്ത് അവളൊരു കാര്യം പറഞ്ഞു, അലക്സാണ്ടറിനോട് ഞാൻ ക്ഷമിക്കുന്നു, അവനെയും സ്വർഗത്തിൽ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ മുഖത്ത് കിടക്കുമ്പോൾ ഒരു 11 വയസ്സുകാരി പറഞ്ഞ വാക്കാണത്. അവൾ പിടഞ്ഞു മരിക്കുമ്പോൾ അവൾ പറഞ്ഞതാണ്, തന്നോട് തെറ്റ് ചെയ്തവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അവനെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 6-ാം തീയതി അവൾ മരണപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ആ സ്വർഗീയ സൗന്ദര്യത്തിലേക്ക് ആ കുഞ്ഞു മാലാഖ ചിറക് വെച്ച് പറന്നുപോയി. ഇന്ന് 1947 12-ാം പിയൂസ് മാർപ്പാപ്പ മരിയ ഗൊരേത്തിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 1950 പിതാവ് അവളെ വിശുദ്ധയായും പ്രഖ്യാപിച്ചു, മരിയ ഗൊരേത്തി എന്ന വിശുദ്ധ. നമുക്കെല്ലാവർക്കും അറിയാം മരിയ ഗൊരേത്തി എന്ന വിശുദ്ധയ്ക്ക് ആരെയാണ് പ്രതിനിധീകരിക്കുക എന്ന്. ഇന്ന് ലോകം മുഴുവനും വിശുദ്ധയെ അറിയപ്പെടുന്നത് റേപ്പ് വിക്ടിംസ്, ക്രൈം വിക്ടിംസ് ആൻഡ് ടീനേജ് ഗേൾസ്, മോഡേൺ യൂത്ത് എന്നിവരുടെ മധ്യസ്ഥയായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസം ഒട്ടുമില്ലായിരുന്നു. അറിവിൻ്റെ ആഴങ്ങളിലേക്കൊന്നും ഈ പെൺകുട്ടി കടന്നു പോയിട്ടില്ല. പ്രായത്തിൻ്റെ പക്വതയെന്ന ആ വലിയ വിശേഷണമൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ അവൾക്കൊന്നു മാത്രം അറിയാമായിരുന്നു, അവളുടെ ലക്ഷ്യം സ്വർഗമാണ് എന്നും അവളുടെ മണവാളൻ ക്രിസ്തുവാണ് എന്നും. ആ ക്രിസ്തുവിന് വേണ്ടിയിട്ട് അവൾ പൂർണ്ണമായി ജീവിതം ത്യജിക്കാൻ തയ്യാറായി. നമുക്കറിയാം, കുറ്റം കൃത്യം ചെയ്ത അലക്സാണ്ടർ ജയിലറയിൽ അടയ്ക്കപ്പെട്ടു. ജയിലറയിൽ അടയ്ക്കപ്പെട്ട അലക്സാണ്ടറിൽ യാതൊരു തരത്തിലുള്ള മാനസാന്തരത്തിൻ്റെ അടയാളങ്ങളും കണ്ടില്ല. അവൻ കൂടുതൽ പാപത്തിൻ്റെ ചിന്തകളിൽ, വെറുപ്പിൽ അവൻ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു രാത്രിയിൽ മരിയ ഗൊരേത്തി എന്ന കുഞ്ഞു മാലാഖ അവന് പ്രത്യക്ഷപ്പെട്ട് കൈകളിൽ ഒരു ചെണ്ട് ലില്ലിപ്പൂക്കളും ഉണ്ടായിരുന്നു. ആ ലില്ലിപ്പൂക്കൾ അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ, ആ വിശുദ്ധി നിറഞ്ഞ ലില്ലിപ്പൂക്കൾ അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ, ആ ലില്ലിപ്പൂക്കൾ വാങ്ങി അവൻ്റെ കൈ തീ കൊണ്ടെന്ന പോലെ, അഗ്നി കൊണ്ടെന്ന പോലെ പൊള്ളി വെന്തുപോയി. ആ നിമിഷങ്ങളിൽ അലക്സാണ്ടറിൽ ഒരു മാനസാന്തരത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ആരംഭം തുടങ്ങി. നമുക്കറിയാം, പിന്നീട് അലക്സാണ്ടർ ആ ജയിലിൽ നിന്ന് വിമോചിതനായി കടന്നു വന്ന് ഓർഡർ ഓഫ് മൈനർ കപ്പൂച്ചിൻ സഭയിൽ ഒരു ലേ ബ്രദറായിട്ട് ശിഷ്ടകാലം താപസ ജീവിതം നയിച്ച് നല്ല മരണം പ്രാപിച്ചു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 35-ാം അധ്യായം, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് ആ വചനം ഒരിക്കൽ കൂടി വായിക്കാം. ഹെബ്രായർ 10-ാം അധ്യായം 35-ാം വാക്യം, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് ആത്മധൈര്യമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ആത്മധൈര്യം? പ്രതികൂല സാഹചര്യങ്ങളിൽ സഹനത്തോട് ഒരു വ്യക്തി എടുക്കുന്ന നിലപാടാണ് ഈ ആത്മധൈര്യം. ഞാൻ വീണ്ടും പറയട്ടെ, പ്രതികൂല സാഹചര്യങ്ങളിൽ സഹനത്തോട് ഒരു വ്യക്തി എടുക്കുന്ന നിലപാടാണ് ആത്മധൈര്യം. ഇത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ്. ആത്മധൈര്യത്തോടുകൂടി സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തി കൊടുക്കും. നമുക്കറിയാം, കുരിശു മരണത്തിന് മുമ്പ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ, കർത്താവിൻ്റെ മുമ്പിൽ താൻ കടന്നു പോകേണ്ടിയിരിക്കുന്ന ആ വലിയ പാനപാത്രം, ആ സഹനത്തിൻ്റെ വഴികൾ കാട്ടിക്കൊടുത്തപ്പോൾ കർത്താവ്
അവിടെ കമിഴ്ന്ന് കിടന്ന് പൂഴിൽ കിടന്ന് രക്തം വിയർപ്പാക്കി അവിടുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ ഞൊടിയിടയിൽ കർത്താവിനറിയാമായിരുന്നു താൻ എന്ത് ലക്ഷ്യത്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന്. തൻ്റെ ലക്ഷ്യം മറന്നുകൊണ്ട് സഹനത്തോട് സഹകരിക്കാനായിട്ട് ഒരിക്കലും അവിടുന്ന് കോംപ്രമൈസ് ചെയ്യാൻ അവിടുന്ന് തയ്യാറായില്ല. ഒരു പക്ഷേ ആ നിമിഷത്തിൽ വേണമെങ്കിൽ കർത്താവൊന്ന് കോംപ്രമൈസ് ചെയ്തിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന രക്ഷ സാധ്യമാകുമായിരുന്നില്ല. തൻ്റെ ലക്ഷ്യം മറന്നുകൊണ്ട് സാഹചര്യങ്ങൾ എത്ര എതിരായാലും തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് ക്രിസ്തു സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. അതാണ് തൻ്റെ കുരിശുമരണത്തിലേക്ക് അവിടുന്ന് ഏറ്റെടുത്ത ആത്മധൈര്യം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എതിർ ദിശയിലൂടെ കടന്നു വരുന്ന ഏത് കൂരമ്പുകളെയും ക്രിസ്തീയമായി ചിന്തിക്കുവാനും നമ്മുടെ ലക്ഷ്യം നിത്യജീവനാണെന്നും ആ ജീവിതത്തിലേക്കുള്ള ഒരു മാർഗം മാത്രമാണ് ജീവിതമെന്ന് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ ഈ ആത്മധൈര്യത്തിന് നിന്നു കൊടുക്കാതെ നമ്മൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നൊരു ജീവിതമായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, കോംപ്രമൈസ് ജീവിതം ക്രിസ്ത്യാനിക്കുള്ളതല്ല. ക്രിസ്ത്യാനിയുടെ ജീവിതം ആത്മധൈര്യത്തിൻ്റെയാണ്. അവൻ്റെ വിശ്വാസം ഒരു മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതോ മാമോദീസായി ലഭിച്ചതായ ഒരു വിശ്വാസമല്ല. ആ ഒരു വിശ്വാസം ഒരു പടി മാത്രമാണ്. കുമ്പസാരത്തിനെയും കുർബാനയും ഒക്കെ സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ചിന്തിക്കാം, ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഒരു കത്തോലിക്ക വിശ്വാസം എനിക്ക് ലഭിക്കുന്നുണ്ട്. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പറഞ്ഞു തന്ന വിശ്വാസത്തിൻ്റെ വഴികളുണ്ട്. വൈദികര്, സന്യസ്തര്, അതുപോലെ നമ്മൾ ഓരോരുത്തരും സഹകരിച്ച് ചില വിശ്വാസങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിൽ ഈ വിശ്വാസം നിൻ്റെ ജീവിതത്തെ നീ എന്തുമാത്രം ആഴത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അതിനെ നീ ഏത് നിലപാടാണ് നിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ എടുക്കുന്നത്, അതിനെയാണ് നമ്മൾ ആത്മധൈര്യം എന്ന് വിളിക്കുന്നത്. ഇതാണ് ഉറച്ച വിശ്വാസം. അതിനപ്പുറത്തുള്ളതൊക്കെ നമ്മുടെ പാരമ്പര്യങ്ങൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഗെത്സമൻ തോട്ടത്തിൽ കർത്താവ് എടുത്ത ഒരു നിലപാടിൻ്റെ വലിയ പ്രതിഫലനം ഒരു വലിയ വാഗ്ദാനമാണ്. അല്ലെങ്കിൽ ഒരു നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്, നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മധൈര്യത്തിൻ്റെ വലിയ പ്രതിഫലമായിരുന്നു വാസ്തവത്തിൽ 3-ാം ദിവസം ക്രിസ്തു ഉത്ഥാനം ചെയ്തു എന്നത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏത് ജീവിതാന്തസ്സായാലും ശരി, അത് കുടുംബ ജീവിതമായിക്കൊള്ളട്ടെ, അത് സന്യസ്ത ജീവിതമായിക്കൊള്ളട്ടെ, അത് ഏകസ്ഥ ജീവിതമായിക്കൊള്ളട്ടെ, തൻ്റെ വിളിക്കും തിരഞ്ഞെടുപ്പിനും മുമ്പിൽ വാപിളർന്നു വരുന്ന പ്രതികൂലങ്ങളെ ആത്മധൈര്യത്തോടെ ചെറുത്തു നിന്നുകൊണ്ട് നിത്യജീവൻ എന്ന ഏക ലക്ഷ്യത്തിലെത്തിച്ചേരാൻ നമുക്ക് വലിയ ആത്മധൈര്യം പരിശുദ്ധാത്മാവിലൂടെ തന്നെ വേണം ലഭിക്കാനായിട്ട്. അല്ലാത്ത പക്ഷം ലക്ഷ്യം മറന്ന് ലോകത്തിൻ്റെ അരൂപിയിലേക്ക് വഴുതി വീണ് കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ വിജയിക്കുന്നത് സാത്താനാണ്. അവൻ മാറി നിന്ന് കൈകൊട്ടി ചിരിക്കും. മരുഭൂമിയിലെ പരീക്ഷയിൽ ജീവിത പ്രലോഭനങ്ങളെ വചനശക്തിയിലൂടെ എതിർത്ത് സാത്താനെ തോൽപ്പിച്ച ഒരു ക്രിസ്തുവാണ് നമ്മുടെ മുന്നോടിയായിട്ട് മുന്നിൽ നിൽക്കുന്നത്. ക്രിസ്തു അവിടെ യാതൊരു തരത്തിലും ഒരു കോംപ്രമൈസ് ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു പറഞ്ഞില്ല ഞാൻ നിന്നെ ആരാധിക്കാമെന്ന്. ക്രിസ്തു പറഞ്ഞില്ല ദൈവം എന്നെ കാക്കും, ഞാൻ മുകളിൽ നിന്ന് ചാടാമെന്ന്. ക്രിസ്തു പറഞ്ഞില്ല യാതൊരു തരത്തിലും ഞാൻ നിന്നോട് കോംപ്രമൈസ്. ക്രിസ്തു വചനത്തിൽ ജീവിച്ചുകൊണ്ട് വചനാധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവരാജ്യത്തെ ലക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എതിർത്ത് നിൽക്കാനുള്ള ശക്തി ദൈവം കൊടുക്കും. നമ്മളൊക്കെ പറയാറുണ്ട് നമ്മുടെ സഭ രക്തസാക്ഷികളാൽ പണിയപ്പെട്ടവരാണ് എന്ന്. എങ്ങനെയാണ് ഈ രക്തസാക്ഷിത്വം വരിക്കുവാൻ അവർക്ക് ധൈര്യമുണ്ടായത്? പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 2 മക്കാബയർ 7 നമ്മളൊരു അമ്മയും 7 മക്കളെയും കുറിച്ച് വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്തിടെ മൂവാറ്റുപുഴയിൽ നിന്ന് കൂത്താട്ടുകുളത്തേക്ക് പോകുന്ന ഒരു വഴിയിൽ ഒരു പള്ളിയുടെ മുമ്പിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. മൊർത്തുഷ്മിനി അമ്മയുടെ പള്ളി. ഞാൻ വിചാരിച്ചു അത് ഏത് അമ്മയാണ്? മാതാവിന് അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ വേറെ ഏതെങ്കിലും വിശുദ്ധരെക്കുറിച്ച് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാനിടയായി ഇത് ഏത് അമ്മയുടെ പള്ളിയാണ് എന്ന്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ അത് യാക്കോബായ പള്ളിയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ആ പള്ളിയിൽ അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈ 2 മക്കാബയർ 7 പറഞ്ഞിരിക്കുന്ന ആ ശക്തയായ ധീരയായ അമ്മയുടെ നാമത്തിലുള്ള പള്ളിയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിനെക്കുറിച്ച് ഇപ്രകാരം വായിക്കുകയാണ്. 7 മക്കളുണ്ടായിരുന്ന അമ്മ
പന്നിമാംസം നിഷിദ്ധമായിരുന്ന ഇസ്രായേൽ ജനത്തോട് അത് ഭക്ഷിക്കാനായിട്ട് രാജാവ് കൽപ്പിച്ചപ്പോൾ അത് ഭക്ഷിക്കുകയില്ല, അത് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് എതിരാണ് എന്ന് ഒരു നിലപാടെടുത്തുകൊണ്ട് ആ അമ്മ തൻ്റെ 7 മക്കളെയും ശക്തമായി അമ്മ ഇപ്രകാരം പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾ പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവം നൽകുന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളിൽ നിന്ന് മരണം വരിക്കുന്നത് ഉത്തമമാണെന്ന് ആ അമ്മ സാക്ഷ്യപ്പെടുത്തി. ഓർക്കുക, 2 മക്കാബയർ 7:14 പറയാണ്, മരണത്തോടെത്തപ്പോൾ അവൻ പറഞ്ഞു, പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവം നൽകുന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളിൽ നിന്ന് മരണം വരിക്കുന്നത് ഉത്തമമാണ്. പ്രിയപ്പെട്ടവരെ, ആ അമ്മയെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ആഴ്ത്തി ചിന്തിച്ചു നോക്കാം. നൊന്തുപെറ്റ 7 ആൺമക്കൾ, തൻ്റെ കുടുംബം അല്ലെങ്കിൽ തൻ്റെ തലമുറ മുന്നോട്ട് കൊണ്ടുപോകേണ്ട 7 ആൺമക്കൾ, മുടുമിടുക്കരായ 7 ആൺമക്കൾ. ഈ 7 ആൺമക്കളെയും രാജാവ് അവരോട് ഈ പന്നി മാംസം ഭക്ഷിക്കാൻ പറയുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിതിന് തയ്യാറല്ല. ഇത് കേട്ട് രാജാവ് കോപാവേശം പൂണ്ട് വറചട്ടികളും കുട്ടകങ്ങളും പഴുപ്പിക്കാൻ ആജ്ഞാപിച്ചു. ഉടനെ അവർ അങ്ങനെ ചെയ്തു. സഹോദരന്മാരും അമ്മയും കാൺകെ മൂത്തവനെ പിടിച്ച് കൈകാലുകളും ഛേദിക്കാനും ശിരസിലെ ചർമ്മം ഉരിയാനും രാജാവ് ഉത്തരവിട്ടു. അങ്ങനെ അവർ തീർത്തും നിസ്സഹായനായപ്പോൾ രാജാവ് അവനെ എടുത്ത് വറചട്ടിയിലേക്ക് ഇടാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ നോക്കുക, ജന്മം നൽകിയ അമ്മയുടെ മുമ്പിലാണ് സ്വന്തം മകനെ തലമുടി പറിച്ചെടുത്ത് ചർമ്മം വലിച്ചു കീറിയെടുത്ത് വറചട്ടിയിലേക്ക് എടുത്തിരുന്നത്. അവിടെ നിന്നുകൊണ്ട് ആ അമ്മ ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ട് അമ്മയും മറ്റു സഹോദരന്മാരും ശ്രേഷ്ഠമായ മരണം വരിക്കാൻ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു വ്യക്തിയുടെ നിലപാട് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ആ അമ്മയ്ക്ക് തോന്നാമായിരുന്നു, എൻ്റെ മക്കൾ ഒരല്പം പന്നിമാംസം കഴിച്ചാൽ അവരെ എനിക്ക് ജീവനോടെ തിരിച്ചു കിട്ടുമല്ലോ, അവരെനിക്ക് സുഖമായിട്ട് രാജാവിൻ്റെ പ്രീതിയിൽ സുഖമായിട്ട് ജീവിക്കാമായിരുന്നുവല്ലോ എന്ന്. എന്നാൽ ഈ അമ്മ വീണ്ടും ഈ മക്കളുടെ 6 മക്കളുടെയും അതിക്രൂരമായ പീഡനം കണ്ട് ആ മക്കളെ കൊല്ലുമ്പോൾ 7ാമത്തവൻ വന്നപ്പോൾ അവരിപ്രകാരം പറഞ്ഞു. മരിക്കാറായപ്പോൾ 7ാമത്തൻ്റെ ഊഴം വന്നപ്പോൾ ആ മാതാവാകട്ടെ മാതാവിനെ വിളിച്ചിട്ട് അവർ പറഞ്ഞു, നീ ഇവർ മകനോട് പറയുക, നീ ഇത് കഴിക്കുന്നത് പോലെ വെറുതെ ഒന്ന് ആക്ഷൻ കാണിച്ചാൽ മതി, നീ കഴിക്കണ്ട, നീ കഴിക്കുന്നു എന്നൊന്ന് കാണിച്ചാൽ മതി, ഈ മകനെയെങ്കിലും നിനക്ക് രക്ഷിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ വായിക്കുകയാണ്, 2 മക്കാബയർ 7:26 വായിക്കുകയാണ്, ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സംപൂജ്യമായ സ്മരണയും അർഹിച്ചുകൊണ്ട് ആ അമ്മ പറയുകയാണ്, പാപത്തിൻ്റെ ഫലമാണ് ഞങ്ങൾ ഏൽക്കുന്ന ഈ പീഡനം, അതുകൊണ്ടാണ് ഭീകരത സംഭവിച്ചത്. ദൈവത്തെ എതിർക്കാൻ തുനിഞ്ഞ നീ ശിക്ഷ ഏൽക്കാതെ പോകുമെന്ന് കരുതേണ്ട. രാജാവിനോട് പറഞ്ഞു, നീ ദൈവത്തെ എതിർക്കാനായിട്ട് ഈ ചെയ്യുന്നതിനൊക്കെ നിനക്ക് ശിക്ഷയുണ്ടാവും. ഞങ്ങളാകട്ടെ ദൈവ തിരുസന്നിധിയിൽ നീതിയോടെ മരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും നമ്മളെല്ലാവരും നീതിക്ക് വേണ്ടി കരയാറുണ്ട്. എന്താണ് ദൈവസന്നിധിയിലെ നീതി? എന്താണ് മനുഷ്യൻ്റെ നീതി? നീതി ദൈവം നൽകുന്നതാണ് നീതി. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള നിലപാടെടുക്കുമ്പോൾ ദൈവം നിനക്ക് നൽകുന്ന ഈ ആത്മധൈര്യമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ നീതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ലാസർ മരിക്കാറായി. ലാസർ യേശുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ആ ലാസർ മരിക്കുമെന്ന് പൂർണ്ണമായിട്ടും ദൈവത്തിന് അറിയാമായിരുന്നു, യേശുവിന് അറിയാമായിരുന്നു. മർത്തയെയും മറിയത്തെയും ലാസറിനെയും യേശു സ്നേഹിച്ചിരുന്നു എന്ന് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. ആ സ്നേഹിച്ചിരുന്ന മർത്തയുടെയും ലാസറിൻ്റെയും മറിയത്തിൻ്റെയും കുടുംബത്തിലേക്ക് യേശുവിനൊന്ന് ഓടിയാൽ എത്താൻ ദൂരമേ ഉള്ളൂ എന്ന് ഇസ്രായേൽ സന്ദർശിക്കുന്നവർക്ക് മനസ്സിലാവും. ബഥാനി എന്ന സ്ഥലം എത്രയോ യേശു താമസിച്ചിരുന്നിടത്ത് വളരെ അടുത്തായിരുന്നു, ഓടിച്ചെല്ലാൻ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മർത്തയും മറിയവും കൂടി ലാസർ രോഗിയായിരുന്നപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് ആളെ അയച്ചത്. പക്ഷേ കർത്താവ് വന്നില്ല. 1ാമത്തെ ദിവസം വന്നില്ല, 2ാമത്തെ ദിവസം വന്നില്ല, 3 ദിവസം കഴിഞ്ഞു, മരിച്ചിട്ട് 4ാം ദിവസമാണ് കർത്താവ് വരുന്നത്. കാരണം കർത്താവിനൊരു സമയമുണ്ട് പ്രിയപ്പെട്ടവർ. അവിടുത്തെ പദ്ധതി ഉന്നതമായ ഒരു ചിന്തയാണ്. അവിടുന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഉന്നതമായ ഒരു പദ്ധതിയാണ്. ആ ഒരു പദ്ധതി എന്തായിരുന്നു? അവിടെ വന്ന് കർത്താവ് ആ കല്ലറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മാർത്ത പറഞ്ഞു, കർത്താവേ,
ഇപ്പോൾ ചീഞ്ഞളിഞ്ഞിട്ട് 4 ദിവസമായിട്ടുള്ള ശരീരമാണ്, അത് തുറക്കല്ലേ, തുറന്നാൽ ദുർഗന്ധം വമിക്കും. പക്ഷെ കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്, മർത്ത നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് ഈ പറഞ്ഞ വചനം വിശ്വാസത്തോടുകൂടി അവിടെ നിന്നവരിൽ പലരും കാണാൻ ദൈവത്തിന് കഴിഞ്ഞില്ല, യേശുവിന് കഴിഞ്ഞില്ല. ആരിലും വിശ്വാസമില്ലെന്ന് കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അപ്പോൾ ജനം പറഞ്ഞ എന്താണ്? നോക്കുക, അവർ ലാസറിനെയും മർത്തയെയും മറിയത്തെയും എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ അവനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടെടുക്കുന്നവൻ്റെ ഏത് സാഹചര്യത്തിലും അവൻ ഇടപെടുക തന്നെ ചെയ്യും. ആ ഒരു വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ അവനോട് ചേർന്ന് നിന്ന് സഹകരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ആ അത്ഭുതം ഇന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുകയാണ്. നമ്മളൊന്ന് ഓർത്തു നോക്കി, ആ ലാസർ രോഗിയായിരുന്നപ്പോൾ കർത്താവ് വന്ന് അവനെ രോഗസൗഖ്യപ്പെടുത്തിയിരുന്നെങ്കിൽ അത് വെറും ഒരു രോഗസൗഖ്യമായി മാറിയേനെ. എന്നാൽ അതിനൊരു ഉന്നതമായ ഒരു കാഴ്ചപ്പാട് കർത്താവിനുണ്ടായിരുന്നു. ലാസറിനെ കുറിച്ച് ലോകം അറിയേണ്ടത് മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റവനായിട്ടാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതം. ഓരോ ഉയർത്തെഴുന്നേൽപ്പാണെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാനും ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതം ഓരോ ഉയർത്തെഴുന്നേൽപ്പിലൂടെ അനേക ആയിരങ്ങളെ നേടാനുള്ളതാണെന്നും തിരിച്ചറിയണം. അതേ നമുക്ക് വിശ്വാസികളുടെ പിതാവായിട്ട് അബ്രാഹത്തെ കാണുന്നുണ്ട്. അബ്രാഹം എത്രയോ ഉന്നതനായ ഒരു വ്യക്തിയായിരുന്നു. ഏറ്റവും അടുത്ത സ്നേഹിതനെ പോലെ ദൈവം അബ്രാഹത്തോട് സംസാരിച്ചിരുന്നു. ആ അബ്രാഹത്തിന് വർഷങ്ങൾ കാത്തിരുന്ന് ദൈവം നൽകിയ ഏക മകനാണ് ഇസഹാക്ക്. ആ ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് അബ്രാഹത്തോട് ദൈവം ആവശ്യപ്പെടുക. അപ്പോൾ അബ്രാഹത്തിൻ്റെ ഉള്ളിൽ സംഘർഷമായി പല ചിന്തകളും വന്നു കാണും. ഈ മകനെ ബലിയർപ്പിക്കുമ്പോൾ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ എന്തു പറയും? കാരണം ഭാര്യ അതിന് സമ്മതിക്കുകയില്ല. വാർദ്ധക്യത്തിൽ ലഭിച്ചൊരു കുഞ്ഞാണ്, വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ മകനാണ്. അതിനെ ബലിയർപ്പിക്കാനായിട്ട് ദൈവം പറയുമെന്ന് അവൾ വിശ്വസിക്കുകയില്ല. ഇപ്രകാരം ഒരുപാട് സംഘർഷമായ ഒരു മനസ്സോടു കൂടിയാണ് അബ്രാഹാം ആരോടും പറയാതെ, ബലിയർപ്പിക്കപ്പെടുന്ന ആ മകനോട് പോലും പറയാതെ മോറിയ മലയിലേക്ക് മകനുമായിട്ട് പോകുന്നത്. അവിടെ എത്തുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ് അബ്രാഹത്തിൻ്റെ ഉള്ളിൽ ഇപ്രകാരം ഒരു ചിന്തയുണ്ടായിരുന്നു. വാർദ്ധക്യം കൊണ്ട് ഇത്രയും വൃദ്ധനായ തനിക്ക്, വന്ധ്യയായിരുന്ന സാറ എന്ന തൻ്റെ ഭാര്യയ്ക്ക് ഒരു മകനെ നൽകാൻ കഴിവുള്ള ദൈവത്തിന് എൻ്റെ ഈ ജീവിതത്തിൻ്റെ ഈ സാഹചര്യത്തിൽ ഇടപെടാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ബോധ്യമുണ്ടായിരുന്നു. ആ ഒരു ബോധ്യം തന്നെയാണ് ഇസഹാക്കിനെ മോറിയ മലയിൽ ബലി കഴിക്കാനായിട്ട് അബ്രാഹാം തുനിയുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ആ ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ, ആ ഒരു നിലപാടുണ്ടല്ലോ, എന്തായാലും എൻ്റെ മകനല്ല, അത് ദൈവം തന്ന ദാനമാണ്, ആ ദാനത്തെ ബലിയർപ്പിക്കുവാൻ ഞാൻ തയ്യാറാണെന്നുള്ള ആ നിലപാട്, അതാണ് യഥാർത്ഥത്തിൽ അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവാക്കിയ ആത്മധൈര്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് ഇപ്രകാരത്തുള്ള ഒരുപാട് പരീക്ഷണങ്ങളുണ്ടാകും. സഹനത്തിൻ്റെ വേളയിൽ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ആ മേഖലകളിലൊക്കെയും വിശ്വാസം, അടിയുറച്ച വിശ്വാസത്തിൽ നിന്ന് മാത്രമാണ് ഈ ആത്മധൈര്യം കൈവരിക്കാൻ പറ്റുക. എന്നാൽ ഈ ആത്മധൈര്യത്തിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അബ്രാഹം ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും 36-ാമത്തെ തിരുവചനം പറയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. എന്താണ് സഹനശക്തി? പ്രിയപ്പെട്ടവരെ, അത് പരിശുദ്ധാത്മാവ് തരുന്ന കൃപയാണ്. അതൊരു നിമിഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. നിരന്തര ജീവിതത്തിൻ്റെ കൊച്ചു കൊച്ചു സഹനങ്ങളിലൂടെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് താൻ ദൈവത്തിൻ്റേതാണെന്നും ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നുമുള്ള ആ തിരിച്ചറിവിൽ ഈ ലോകത്തിന് അനുരൂപരാകാതെ ലോകം വെച്ച് നീട്ടുന്ന
അംഗീകാരങ്ങൾക്കും ലോകം വെച്ച് നീട്ടുന്ന സമ്പന്നതയ്ക്കും ലോകം വെച്ച് നീട്ടുന്ന പ്രശസ്തിക്കും മുകളിൽ ദൈവം നൽകുന്ന ഒരു വലിയ പ്രതിഫലമുണ്ടെന്നും ആ പ്രതിഫലത്തിനു വേണ്ടി ഏതറ്റത്തോളം പോകാനും ഞാൻ തയ്യാറാണെന്ന് ദൈവത്തോട് ഏറ്റുചൊല്ലുന്ന ആ ഒരു വലിയ നിലപാടുണ്ടല്ലോ, ആ നിലപാടാണ് ഓരോ ക്രിസ്ത്യാനിക്കും വേണ്ടത്, ഓരോ കത്തോലിക്കനും വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുകയാണ്, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. ദൈവം ഒരിക്കലും നമ്മോട് കള്ളം പറയുകയില്ലല്ലോ. കർത്താവ് പറഞ്ഞ വചനമാണ്, ദൈവം പ്രസാദിക്കുകയില്ല. നീ എന്തു തന്നെ നേടിക്കോ, ഈ ഭൂമിയിൽ നീ സമ്പത്ത് നേടിക്കോ, സൗഭാഗ്യങ്ങൾ നേടിക്കോ, പ്രശസ്തി നേടിക്കോ, പക്ഷേ കർത്താവ് നിന്നിൽ പ്രസാദിക്കുകയില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ ഒരു അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ മാറ്റുരച്ച് നോക്കുന്നത്, അവിടെയാണ് നിൻ്റെ നന്മ തിരിച്ചറിയേണ്ടത്. എവിടെയാണെങ്കിലും നീ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, നീ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടു എന്ന് ആ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മധൈര്യത്തോടെ മുന്നേറുമെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും ആത്മീയമായി തന്നെ ചെറുത്തു നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അതിന് സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സഭയിലും സമൂഹത്തിലും നമ്മൾ ആത്മധൈര്യത്തോടെ അനേക ആത്മാക്കളെ നേടുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും ഞങ്ങളുടെ പ്രതികൂലങ്ങളെയും സമർപ്പിക്കുന്നു. അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിലെടുത്ത നിലപാടുകളിൽ ഞങ്ങൾക്കും ധീരപൂർവ്വം നിൽക്കാനുള്ള അഭിഷേകത്തിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിൻ